നമസ്കാരം, ഞാൻ ഡോക്ടർ ലക്ഷ്മി ഉഷയിലേക്ക് സ്വാഗതം. സ്ഥിരമായിട്ട് ഒ പി കേട്ട് വരുന്നൊരു സംശയമാണ്, വെള്ളപ്പോക്ക് ഒരു രോഗമാണോ ഡോക്ടറെ, വെള്ളപ്പോക്ക് ഒരു വലിയ പ്രശ്നമാണല്ലോ ഡോക്ടറെ എന്നുള്ളതൊക്കെ. വെള്ളപ്പോക്ക് ഒരു രോഗമല്ല. എല്ലാ സ്ത്രീകളുടെയും യോനി അഥവാ വജൈന ഓട്ടോമാറ്റിക്കലി നാച്ചുറലി ക്ലീൻ ചെയ്യപ്പെടുന്ന ഒരു പ്രക്രിയ വെള്ളപ്പോക്കിലൂടെയാണ്. അതൊരിക്കലും അസ്ഥിയുരുക്കമാകുന്നില്ല. എല്ലാ സ്ത്രീകളുടെയും നോർമൽ അസിഡിക് pH വജൈനയിൽ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുമ്പോൾ ഒരു തരത്തിലുള്ള ഫംഗൽ ഇൻഫെക്ഷനും ആ വജൈനയിൽ ഉണ്ടാകുന്നില്ല. എപ്പോഴാണ് വജൈനയുടെ അസിഡിക് pH ആൽക്കലിനായിട്ട് മാറുന്നതെന്ന് നോക്കാം. ആർത്തവ വിരാമം വന്ന സ്ത്രീകളിൽ, പീരീഡ്സ് നടക്കുന്ന സമയത്ത്, റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് ഉള്ള സ്ത്രീകളിൽ, അതുപോലെ ആർത്തവം ഇതുവരെയും അറ്റൈൻ ചെയ്തിട്ടില്ലാത്ത കൊച്ചു പെൺകുട്ടികൾ, ഇവരുടെയൊക്കെ വജൈനയുടെ pH അസിഡിക്കിൽ നിന്നും ആൽക്കലിനായി മാറുന്നു. അതുപോലെ തന്നെ ഡയബറ്റിക് ആയിട്ടുള്ള സ്ത്രീകൾക്കും, കൂടിയ ആൻറ്റിബയോട്ടിക് ഡോസേജ് എടുക്കുന്ന സ്ത്രീകൾക്കും, അതുപോലെ സ്റ്റിറോയിഡ്സ് എടുക്കുന്ന സ്ത്രീകൾക്കും വെള്ളപ്പോക്ക് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയപ്പെടാറുണ്ട്. സോ ഈ വെള്ളപ്പോക്ക് വരാതെ ഇരിക്കുന്നത് നമ്മുടെ വജൈനയിലെ നാച്ചുറൽ ഇൻഹാബിറ്റൻ്റായ ലാക്ടോബാസിലസ് എന്ന അസിഡിക് pH മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബാക്ടീരിയയുടെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ്. സോ ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം ഇല്ലാതാകുന്ന സാഹചര്യങ്ങളിലാണ് അസിഡിക് pH മാറി ആൽക്കലൈൻ pH ആകുന്നതും നോർമൽ ക്ലിയർ മ്യൂക്കോയിഡ് അഥവാ കണ്ണുനീര് പോലെ ക്ലിയർ വജൈനൽ ഡിസ്ചാർജ്, സാധാരണ ആർത്തവത്തിന് മുന്നേയും ആർത്തവത്തിന് ശേഷവും വരുന്ന ക്ലിയർ മ്യൂക്കോയിഡ് ഡിസ്ചാർജിൻ്റെ കൺസിസ്റ്റൻസി മാറി അത് തൈര് പോലെയും തേങ്ങാപ്പീര പോലെയും തിക്ക് ക്രീമി ആയിട്ടും കാണപ്പെടാറുള്ളത്. സ്ത്രീകളുടെ വജൈനയുടെ pH അസിഡിക്കിൽ നിന്ന് മാറി ആൽക്കലൈൻ ആകുന്ന സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷൻ എങ്ങനെ നാച്ചുറലായി ട്രീറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ, അഥവാ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. നമുക്കെല്ലാം സുഭിക്ഷമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള തൈരിനകത്ത് ഇഷ്ടം പോലെ ലാക്ടോബാസിലസ് ബാക്ടീരിയ അടങ്ങിയിരിക്കുന്നു. സോ നമ്മുടെ ഡയറ്റിൽ എല്ലാ ദിവസവും ഒരു 200 ml തൈര് ഉൾപ്പെടുത്തുകയാണ് എങ്കിൽ നാച്ചുറലായി പ്രീപ്രോബയോട്ടിക്കിൻ്റെ ലഭ്യത ശരീരത്തിന് ഉറപ്പാകുന്നു. അതുകൊണ്ട് തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകളും കുറയുന്നു. പിന്നെ സ്ഥിരമായി ഗുഹ്യഭാഗങ്ങൾ ഷേവ് ചെയ്യുന്നവരോട് അഥവാ റേസർ ഉപയോഗിക്കുന്നവരോട് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഫംഗൽ ഇൻഫെക്ഷൻ ഉള്ള സ്ത്രീകൾ റേസർ ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ പിന്നെയും ഫംഗൽ ഇൻഫെക്ഷൻ വഷളാകുകയുള്ളൂ. അതുപോലെ തന്നെ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുന്ന സഹോദരിമാരോട് പറയാനുള്ളത്, കപ്പ് ഉപയോഗിക്കാം, പക്ഷേ എവറി 4 to 6 hours കൂടുമ്പോൾ ആ കപ്പ് ഊരിയെടുത്ത് അത് നല്ലോണം വാഷ് ചെയ്ത് റീഇൻസേർട്ട് ചെയ്ത് ഉപയോഗിക്കേണ്ടതാണ്. അടുത്തതായി പറയാനുള്ളത്, സ്ഥിരമായി ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ടുള്ള സ്ത്രീകളുടെ പാൻറ്റീസിൻ്റെ ആ വജൈന ടച്ച് ചെയ്യുന്ന പോർഷനിൽ പറ്റി പിടിച്ചിരിക്കുന്ന വൈറ്റ് ഡിസ്ചാർജ് ഒരിക്കലും പച്ചവെള്ളത്തിൽ മുക്കിയിടുകയോ നനയ്ക്കുകയോ ചെയ്യുമ്പോൾ ആ തുണിയുടെ ഇഴകളിൽ നിന്നും പറഞ്ഞു പോകുന്നില്ല. അതേസമയം നല്ല ചൂട് വെള്ളത്തിൽ ആ പാൻറ്റീസ് മുക്കി വെക്കുകയാണെങ്കിൽ ആ വൈറ്റ് ഡിസ്ചാർജ് തന്നെ ഇളകി മേളിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത് കാണാം. പറ്റുമെങ്കിൽ അങ്ങനെ നനച്ചെടുക്കുന്ന പാൻറ്റീസ് ഒന്ന് അയൺ ചെയ്തിട്ട് കൂടെ ഉപയോഗിച്ചാൽ ഏറ്റവും നല്ലത്. ഈ നാച്ചുറൽ മെത്തേഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടും ഫംഗൽ ഇൻഫെക്ഷൻ മാറാത്ത സാഹചര്യത്തിൽ ഡയബറ്റിസ് റൂൾ ഔട്ട് ചെയ്യുകയും ഉറപ്പായും ആൻറ്റിബയോട്ടിക് ഡോസേജ് കണ്ടമാനം ഉണ്ടെങ്കിൽ അതിൻ്റെ ഡോസേജുകൾ കുറയ്ക്കുകയും സ്റ്റിറോയിഡ്സിൻ്റെ ഉപയോഗം കുറയ്ക്കുകയും ചെയ്യുക. ഇതൊക്കെ കഴിഞ്ഞിട്ടും അസുഖം മാറുന്നില്ല എന്നുള്ള സാഹചര്യത്തിൽ ഉറപ്പായിട്ടും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ഫർദർ ട്രീറ്റ്മെൻറ്റ് എന്താണ് വേണ്ടതെന്നുള്ള വിശദമായ വിവരങ്ങൾ ചോദിച്ചറിയുകയും വേണ്ടതാണ്. ഇങ്ങനെയുള്ള പുതിയ അറിവുകൾക്കായി ഈ ചാനൽ ഉറപ്പായും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്